കണ്ടോ ഇടിച്ചക്ക പരുവം കുറച്ച് ആയി തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ചക്ക ഉപ്പേരി വെച്ചാലും കറി വെച്ചാലൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ചക്ക അതേപോലെ തന്നെ മാങ്ങ അതൊക്കെ അധികം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളിന്ന് ഉച്ചവിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കട്ടെ. ഇടിച്ചക്ക പ്രായം തെറ്റില്ല. നമ്മളൊരു കഷ്ണം എടുക്കുള്ളൂ കേട്ടോ. ഇത് നാളെ വെള്ളപ്പയറൊക്കെ ഇട്ടിട്ട് നമുക്ക് കറി വയ്ക്കാം. ഇതൊരു കഷ്ണം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. വീണിട്ടേ ഒന്ന് ചെറുതായി ചതഞ്ഞു കേട്ടോ. റോട്ടിക്ക് കിടക്കനെ വീണു. അച്ചുട്ടിയേ അച്ചുട്ടിയില്ലേ ഇപ്പൊ മേലുകണേല്ലോ കേട്ടോ. അരക്കേ ഇത് വേവണ്ടേ? വെന്താലല്ലേ ഇത് എന്താ ചതയ്ക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇടിച്ചക്ക ഉണ്ടാവും കൊണ്ട് ഫസ്റ്റത്തെ ഇടിച്ചക്ക ആയതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ചിലവുണ്ടാവും കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. ലഗിച്ചിട്ടാ ഇന്നിപ്പോൾ കിച്ചുവിന് മോര് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കിച്ചു അതാണ് മോര് കറി പറയുന്നത്. അവർ മോര് ഇന്ന് രാവിലെ പറഞ്ഞു മോര് കാച്ചിയാൽ മതിയെന്ന്. മോര് കാച്ചിയതുണ്ടിരിക്കണം ഇവിടെ. അപ്പോൾ പപ്പടം ഇതാക്കിയാൽ മതി പറഞ്ഞിട്ടോ. കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അതും കൊണ്ട് അവർക്ക് എന്തെങ്കിലും വേണ്ടേ. ഏട്ടനാണ് പറഞ്ഞു വെച്ചാൽ പുളിയാണോ വെച്ചാലും എന്തായാലും അവർക്ക് കുഴപ്പമില്ല. എന്ന് പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലത്തിലില്ലേ താലപ്പൊലിയാണ് തൊട്ടടുത്ത് പറഞ്ഞാൽ കുറച്ച് ചാണകം തേച്ചിട്ടേ കുറച്ച് നേരം വൈകിട്ടത് അവിടെയൊക്കെ ചാണകം തേച്ചപ്പോൾ ഇതൊന്ന് ഉണങ്ങി കിട്ടട്ടെ വിചാരിച്ചിട്ടേ ഞാൻ ചാണകം തേക്കുക. അപ്പം എന്തെങ്കിലും മഴ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. എന്നാലും ഇതേപോലെ വൈകുന്നേരം ആയപ്പോൾ മഴ ചാറിയിട്ട് മൊത്തം അങ്ങോട്ട് നനച്ചു. തുണികൾ മാത്രമല്ലല്ലോ, തുണികൾ വേഗം എടുത്തേക്കുക. വിറകുകളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടിട്ടേ ഒക്കെ പിണ്ടിയായിട്ടോ. ഇന്നത്തെ ഇനി വെയിലും ഒക്കെ ഉണങ്ങി കിട്ടും. എന്താ വെച്ചിട്ടാ പാടുമ്പോൾ മുറുക്കപ്പാട്. ഈ ചക്ക ഇപ്പം പഴുക്കില്ല. ഈ ചക്ക നമ്മളിപ്പോൾ കൂട്ടാൻ വയ്ക്കും. ആ ചക്ക പഴുക്കാറാവണമെങ്കിൽ ഒരു 2 മാസം കൂടി ആവേണ്ടി വരും കിച്ചുട്ടാ. ഇവിടെ കിച്ചുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. എന്താ ഞാൻ ചക്കമരോ അവര് പൈസ കൊടുത്ത് വാങ്ങും. ഇടിച്ചക്കയ്ക്ക് ഇവിടെ 60 രൂപയൊക്കെ എത്ര ഒരു ഇടിച്ചക്കയ്ക്ക്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇടിച്ചക്ക തിന്നാൻ തോന്നിയിട്ട് ചെയ്യാന്ന്. അപ്പം അങ്ങനെ പറിച്ചതാണ് കേട്ടോ. കണ്ടോ മുളഞ്ഞ്. മണ്ണെണ്ണ ഉണ്ടെങ്കിൽ മണ്ണെണ്ണ തേച്ചാലും പോവും. അതേപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഓയിൽ തേച്ചാലും പോവും കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയൊക്കെ മണ്ണെണ്ണയാണ് തേക്കുക. അപ്പം മണ്ണെണ്ണയൊന്നും കിട്ടാനല്ലോ. അച്ചുവിൻ്റെ കുളി കഴിഞ്ഞ് അച്ചു വന്നു. മേലെഴുകിയത് എന്താ പറയുക, നമ്മൾ എണ്ണ ആട്ടിക്കൊണ്ടുവന്നിട്ട് അതിൻ്റെ മട്ടും ഇതാണ് കേട്ടോ. അത് കുട്ടികളെ ഇതിൻ്റെ മട്ട് എന്നാണ് കേട്ടോ നമ്മൾ പറയുക. ലാസ്റ്റ് ഊറിക്കിടക്കില്ലേ ആ സംഭവം, അതിട്ടിട്ട് കുട്ടികളെ കുളിപ്പിച്ചാലേ നല്ല. അപ്പോൾ വെളിച്ചെണ്ണയുടെ മട്ടയും നമ്മൾ ആട്ടിയിട്ട് വരും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഞാൻ അറിയാതെ പിടിച്ചിട്ട് പോയിട്ടാ. കണ്ട, എനിക്ക് ഇടിച്ചക്കയൊക്കെ നേരെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ചക്ക നേരെയൊക്കാനാണ് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. പ്ലേറ്റ് ഒക്കെ തരാം കേട്ടോ. എന്താ അച്ചു? ഇടിച്ചക്ക. അച്ചു എന്തിനാണ് ഉള്ളി നേരേക്കണത്? പുളി. പ്ലാസ്റ്റിക് പോലെ ഒരു ബോളി അവർക്കുമാർക്കുള്ള ബോളി. ഞങ്ങളത് നോക്കണ പോസാ കിച്ചുട്ടനുള്ള ബോള് ഞാനത് ഓർക്കുള്ളൂ. ഇനി
നമുക്ക് എങ്ങനെയാണെന്നറിയോ കിച്ചൂട്ടിനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. മോനെ പുതിയ ബോള് വേണോ പറഞ്ഞിട്ട് സന്തോഷായോ? ഇപ്പൊ തന്നെ അത് പൊട്ടിക്കണ്ട, കുറച്ച് ദിവസം ഇരിക്കട്ടെ. ഓ എന്താ സന്തോഷം, എല്ലാവർക്കും പാടുള്ളതാട്ടോ. അമ്മു ചേച്ചി പറ്റ അമ്മ മേലെ എഴുകാൻ കയറിയിരിക്കുകയാണ് കേട്ടോ. മേലെഴുകലും കുളിക്കലും ഇനി നിങ്ങൾക്ക് തലവേദനയാണ് പറഞ്ഞിട്ട് നിന്റെ പോലെ കള്ളത്തരം കാട്ടിയാലോ. മഞ്ഞപ്പൊടി അതേപോലെ ഉപ്പും ഇട്ടിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കട്ടെ. ഇനി വെയിലത്തുനിന്ന് കേറില്ല, ഉള്ളിൽ കളിച്ചാൽ മതിട്ടോ. പുതിയ വീടിന്റെ ഉള്ളില് കിച്ചുവിന്റെ ഒരു സാധനല്ലേ, കിച്ചു കേടുവരുത്തില്ല കേട്ടോ. കിച്ചുവായിട്ട് കേടുവരുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് നിറയ്ക്കുന്ന സമയത്ത് അങ്ങനെ അത് പൊട്ടിപ്പോവാണ് ഇതില് അച്ചു. അങ്ങനെ അങ്ങോട്ട് കാറ്റ് നിറച്ചപ്പോ അങ്ങനെ പൊട്ടിപ്പോയി. ഞാൻ നേരാക്കി പണി. ഇത് പല പല ഒരു ബുക്ക് പോലെ ഇരുന്നു കേട്ടോ ഈ സംഭവം. അപ്പൊ ബിർക്ക് കുറെ ഇട്ട് ഇത് ഇവിടെ കിട്ടിയിട്ട് ഇവരിത് നേരേക്കാൻ എങ്ങനെയാ ചെയ്യാന്ന് അറിയാണ്ടിരിക്കുന്നു. കുറച്ച് നോക്കി, അപ്പോൾ ഏട്ടൻ്റെ മക്കളെല്ലാവരും പാടെ കൂടി ഇന്നലെ രാത്രി ഇവര് ചെയ്ത പണിയാണിത്. കാണിച്ചു കൊടുക്കച്ചു, കാണിച്ചോ? ആ ഇവര് തെറിക്കാനുള്ളത് ഇവരാക്കിയില്ല കേട്ടോ. പക്ഷെ പിന്നെ ബാക്കി രാവിലെ അമ്മു അച്ചുംപാടെ പിന്നെ അത് ചെയ്തു. ഏട്ടൻ്റെ അച്ചുംപാടെ കൂടിയിട്ട് ഇത്ര വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് അറിയോ? ഇപ്പം ഇനി ഇത് എടുത്തു വെക്കണം പറഞ്ഞിട്ട് അപ്പം ഞാനൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഒരു സാധനം കിട്ടിയ അവരില്ലേ അതിങ്ങനെ എങ്ങനെ പറയാ, നിധി എടുത്തു വെക്കണ പോലെ എടുത്തു വെക്കും. കിച്ചുവിന് ഇന്ന് ഉറങ്ങും കൂടി ചെയ്യില്ല കേട്ടോ. കിച്ചുവിന് അതേപോലെ ഒരു ഷൂ ഞാൻ പറഞ്ഞില്ലേ നാളെ ഒരു ഷൂ വേണം പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനും അവനും പാടെ പോയി ഷൂ വാങ്ങിയിട്ട് വന്നിട്ടേ അന്ന് അവന് എങ്ങനെ പറയാ ആ ഷൂ താഴെയും വെക്കില്ല തലയിലും വെക്കില്ല പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. കടക്കണോടത്ത് കൊണ്ട് ഈ ഭദ്രായി എടുത്തു വെക്കലും എന്തായിരുന്നു അവന്റെ ശ്രദ്ധ എന്നറിയോ. അതേപോലെ ഒരു വാച്ച് കിട്ടിയാലും അവന്റെ എന്ത് സാധനം അവ എടുത്തു വെക്കും. ബാക്കിയുള്ളവര് അവിടെയും ഇവിടെ ഇരുന്ന പോലെ ഇടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവര് ആരെങ്കിലും എടുത്തിട്ട് അത് കേട് വരുത്തുമ്പോഴാണ് ഇരുന്ന് കരയും, അച്ഛാ എൻ്റെ അത് കേട് വന്നു പറഞ്ഞിട്ട്, കേട് വരുത്തി പറഞ്ഞിട്ട്. ചെറിയുള്ളി, നമ്മൾ ചെറിയുള്ളി എന്താ കുറച്ച് പുളിഞ്ചാറ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പുളിഞ്ചാറിന് വേണ്ടിയിട്ടുള്ളതും നമ്മൾ ഈ ചെറിയുള്ളി ഇത് അരിഞ്ഞെടുക്കണ്ടേ. പിന്നെ ഇടിച്ചക്കപ്പേരി, പുളിഞ്ചാറ്, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, മുട്ടയോ മീനോ എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. ഞാൻ പുളി വെക്കുമ്പോഴേക്കേ അമ്മിയിൽ ഇടിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ മിക്സിയിലൊന്ന് കറക്കിയെടുത്ത ഉപ്പേരിക്കും കൂടി വേണ്ടേ, അപ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കട്ടെ. അപ്പോൾ അധികം പൊടിയും ചെയ്യില്ല, എന്നാൽ അങ്ങനെ പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും. എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ടു കേട്ടോ. ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റുമാണ് പറഞ്ഞല്ലേ. ഇനി ഒന്നുമില്ലെങ്കിലും ഒരു ഉണക്കമുളക് ചമ്മന്തിയാണെന്ന് വെച്ചാലും കഴിക്കാൻ അടിപൊളിയാട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുണ്ടാക്കുമ്പോൾ വിചാരിക്കരുത് കേട്ടോ, ഇതെന്താ നിങ്ങൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാനല്ലേ നമുക്ക് ഏറ്റവും എങ്ങനെ പറയുക, ഒരു വായെങ്കിലും ഒരു വായ ചോറ് കൂടുതലുണ്ട് പുളി ഉണ്ടെങ്കിൽ. കറിവേപ്പില ഇട്ട് കൊടുത്തു. കിച്ചുട്ടോ കുറച്ച് കറിവേപ്പിൻ്റെ അപ്പുറത്ത് പോയെടുത്തിട്ട് വരുമോ? എന്താ മുളക് ആദ്യം നമ്മൾ പൊട്ടിച്ചത് കേട്ടോ ചെയ്യുക. ഞാൻ ഇപ്പം ഇങ്ങനെ പൊടിച്ചിടാൻ തുടങ്ങി. ഇതിൽ വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം, വെളുത്തുള്ളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്ക് വെളുത്തുള്ളി ഇടാറുണ്ട് കേട്ടോ. നമ്മളിത് മുളക് ചതച്ചത് ഇട്ട് കൊടുക്കണ്ടേ. കൊടംപുളി ഉണ്ട്, ഇരുമ്പാമ്പുളി ഉണ്ട്, ചിലർ മാങ്ങല്ലേ മാങ്ങ എടുക്കും കൂട്ടാൻ വെക്കാൻ. ചിലർ തക്കാളി മാത്രം കൂട്ടിയിട്ട് പുളി ഒഴിക്കാണ്ട് കൂട്ടാൻ വെക്കുന്നവരുണ്ട്.
ഇല്ലേ? അറിയാം. എങ്ങനെ അറിയാം? എന്താ അറിയാത്ത? എന്താ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഇത് നല്ലപോലെ തിളയ്ക്കട്ടെ കേട്ടോ. എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് വെച്ചാൽ അടിച്ച് വയ്ക്കുക. ഇടിച്ചക്കേക്ക് പോവുക. അത് പാവല്ലേ സ്രാവുംകുട്ടീന്ന്. അപ്പോൾ പുളിയുടെ കൂടെ ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ ഉപ്പേരിയൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ ഏട്ടൻ കൊണ്ടുവന്നതാണ്. ഇനി സ്രാവ് വറുക്കാൻ പറഞ്ഞിട്ട് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അധികം ഉണക്കമീനോട് താല്പര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഒന്ന് മതി. കണ്ടോ പുളി കേട്ടോ, അടിപൊളി. നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. തിളച്ചിട്ട് നമ്മുടെ പുളിയുടെ ചൊയൊക്കെ മാറണേ. ഞാനിത് വേറൊരു പാത്രത്തിൽ മാറ്റിക്കട്ടെ. എൻ്റെ കുഞ്ഞു മക്കൾ ഉണ്ടായത് കണ്ടോ. ആദ്യത്തേൽ ഒന്നിൽ 8 ഉണ്ട് കേട്ടോ. അവരെ കാണിച്ചിട്ടില്ല. ഇതാ ഇവള് ഇപ്പോൾ വേഗല്ലേ വഴക്കുണ്ടാക്കിയിട്ട് പുറത്ത് ചാടും കേട്ടോ. എന്നിട്ട് വല്ല കാക്കയും വരുന്നു തിന്നിട്ട് പോകും. നമ്മൾ മറ്റൊന്ന് തൊടാൻ പോയി. എന്തായിരിക്കും അവളുടെ പണ്ടത്തെ നമ്മുടെ കോഴിക്കോടാണ് കേട്ടത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കോഴിക്കോട് കണ്ടോ. എടി ഞാനൊന്നും ചെയ്യില്ലടി. ഞാനല്ലടി നിനക്ക് തിന്നാൻ തരുന്നത്. എടി ഞാനല്ലടി തിന്നാൻ തരുന്നത്. ഞാനല്ലേ തരുന്നത്. പിന്നെ നീ എന്തിനാ എന്നെ കൊത്തുന്നത്? ഞാൻ നിൻ്റെ കുട്ടീനെ എന്തെങ്കിലും കാട്ടോ? ചീമ്പി പോവും. വേണ്ട വേണ്ട വേണ്ട. എന്നാ എന്നാ നിൻ്റെ കുട്ടികളെന്നാ നിൻ്റെ കുട്ടികളെന്നാ ഡി വിട്. ഇതാണ് അമ്മ അച്ചോ. കണ്ടോ അമ്മമാരങ്ങനെയാണ്. അവരവരുടെ മക്കളെ എത്ര സ്നേഹത്തിലാണെന്നറിയോ അവർ. ഇപ്പോൾ കണ്ടോ ശരിക്കും അമ്മ എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അല്ലേ. എങ്ങനെയെന്നറിയോ നമ്മൾ കഴിക്കാനൊക്കെ കൊടുക്കാൻ സമയം വഴി കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കൂടിൻ്റെ വാതിലിൽ ഇങ്ങനെ കൊത്തോട്ടോ. ഇത് കൂടെ പക്ഷെ ആർക്കും ഇപ്പോൾ പോകാൻ പറ്റില്ല. അത് വേറെ കാര്യം. ഇന്നെ വല്ലാണ്ട് കൊത്തില്ല കേട്ടോ. ബാക്കിയുള്ളവരെ കടുത്ത് കൂടെ കുട്ടികളെ കടുത്തേക്ക് പോകുമ്പോഴേക്കും പേടിച്ചിട്ട് അമ്മ കോഴി കൊത്താൻ വരുന്നേ പറഞ്ഞിട്ട് പോകും. മറ്റൊരു ഇത്ര കേട്ടോ കുറച്ച് വേറെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരെ കൂട്ടുന്ന ഇറക്കാതെ നിർത്തിയിരിക്കുകയാണ്. ഇവരിനി കൂട്ടത് ഇത് ഇവിടുന്ന് പിടിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ കൂട്ടിൽ കൊണ്ടുവരണം. എന്നാലേ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ കോഴിക്കുട്ടി അങ്ങനെ വിരിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. അമ്മോ തേങ്ങയുടെ വലിപ്പം നോക്കിയിട്ട് ഇത് കിച്ചുട്ടം പൊളിച്ച തേങ്ങയാണ് കേട്ടോ. നല്ല വെള്ളാട്ടോ. എന്തില്ലേ എന്നെ ഇവര് കളിയാക്കാൻ തുടങ്ങിട്ടോ. ഞാനങ്ങനെ ശീലിച്ചിട്ടാണ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കുറേയൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അത് ഇങ്ങനെ നമ്മൾ എന്താ എങ്ങനെ പറയുക പറഞ്ഞ് ശീലിച്ചതൊക്കെ എങ്ങനെ വീണ് വേഗം നമുക്കത് ഇല്ലാതെ ആവാൻ പറ്റുക. എന്താടി പെണ്ണേ ഇടിച്ചൊക്കെ വെന്തോട്ടാ. ഞാൻ ചിരവി വെച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് ഞാനത് ഫുള്ള് ചിരവി. അമ്മ എന്താ ഞാൻ നോക്കിയും കൊണ്ട് ഇരുന്നു. എന്താ എങ്ങനെ പറയാ നേരത്തെ സമയത്തും എൻ്റെ അച്ചുക്ക് ചോറും കൂട്ടാനൊക്കെ വെച്ച് തരും കൊണ്ടേ എന്തോ ഒരു സന്തോഷാന്നറിയോ. ഇങ്ങനെ കൈ കഴുകുക പാത്രത്തിന് മുമ്പിൽ ഇങ്ങനെ വന്നിരുന്നാ മതി. അച്ചുട്ടിയേ എന്തോ ഫുള്ളാക്കിയില്ലേ. കഴിഞ്ഞു അടുത്ത്. എന്നാ ഞാനേ നമ്മൾ ചമ്മന്തി അരക്കുന്ന ഇടിമുട്ടിയില്ലേ അതുകൊണ്ട് ഇങ്ങനെ അടിച്ചു കേട്ടോ. അമ്മയിൽ ചതക്കുകയാണ് ചെയ്യാറ്. പക്ഷെ എന്നാ മകളെ വാ ചതക്കി ഞാൻ ഉപ്പേരി ഉണ്ടാക്കി തരാവാ. ഞാനൊക്കെ ചെയ്തു തരാം.
ഓ ചെയ്തട്ട് അതല്ലേ വേണ്ടത്. അപ്പം ആരാ പുള്ളി തോലൊക്കെ കളിക്കളയാ? ആരാ ചെയ്യാനോ? അങ്ങനെ ഉള്ളി നേരെയൊക്കെ നീ. അപ്പൊ ഞാൻ 2 കിലോ ഒഴിച്ച് ചെയ്യാം. എനിക്ക് ആകെ 2 കിലോ. അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യണു ഒരു ദിവസം ഒരു വീട്ടില്? ആ അമ്മയ്ക്ക് എത്ര കൈണ്ടാവും? എനിക്ക് 10 കൈ. നിങ്ങളെയൊക്കെ നോക്കും വേണ്ടേ? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. കടുകിട്ടേ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ അത് വാടി വരട്ടെ. കറിവേപ്പിലി ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇടിച്ചക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടിച്ചക്കയും കൂടി ഇട്ട് കൊടുത്തു. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഉണ്ടോ ആയി വറക്കണ ഇടിച്ചക്കപ്പേരി, മുളക് വറുത്ത പുളി. ഇനി മീനൊന്ന് വറക്കട്ടെ. അടച്ച് വയ്ക്കട്ടെ കേട്ടോ. മീൻ നല്ല പോലെ കഴുകിയെടുക്കട്ടെ. എന്താ ചൂ മുളക് പൊടി ഇട്ടു. ഇതാ നമ്മൾ ചെറിയുള്ളി ഇല്ലേ, ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ തിരുമ്പി കൊടുക്കുന്നുണ്ട്. എന്നെ കളിയൊക്കെ ഉണ്ടടി പെണ്ണേ നീയേ. ചട്ടിയിൽ കറിവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടേക്കണ്. ഞാൻ കറി വെക്കാൻ എന്താ ഈ മീൻ പൊടിയണു. എടുത്തതും കൂടി വറുത്തെടുക്കാം. മോര് കാച്ചിയതുണ്ട്. അച്ഛന് എന്താ വേണ്ടേ? ചോറോ? പിന്നെന്താ വേണ്ടേ? പുളി വേണ്ടേ? കിച്ചൂര് പുളിയല്ല കേട്ടോ ഇഷ്ടം. അവന് മോര് കാച്ചിയത് ഇഷ്ടം. മീന് ഇവിടെ നിന്ന് കഴിച്ചാ ഇടിച്ചക്ക ഈ വർഷത്തെ അടിപൊളി. അടിപൊളി പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും ആ എൻ്റെന്നും കുറേ കോരിക്കൊണ്ടേന്ന്. അപ്പോൾ മുളക് വറുത്ത പുളി, എന്താ അതേപോലെ ഉണക്കസ്രാവും ഇടിച്ചക്കപ്പേരി നല്ല രസമുണ്ട് കേട്ടോ. ഇല്ലേ നെയ്യല്ലേ കഴിച്ചു? എന്നിട്ട് എന്നോടാ പറയണത്? അവിടെ നോക്കി പറയേ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ പറയേ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇനി ഉണ്ടാക്കി നോക്കണം. നല്ല രീതിയിൽ നടക്കണം. നാളെ കാണാ. ഓ അപ്പുറത്തുനിന്ന് കിച്ചു ബൈ ബൈ പറയുന്നുണ്ട് കേട്ടോ. കിച്ചു ഏട്ടൻ്റെ കുട്ടികളൊക്കെ കഴിക്കും അവിടെ. എന്താ കൈ പിടിക്കണ? നിനക്ക് വാരത്തരേ? എന്താ ചെറിയ കുട്ടിയല്ലോ. ഇതിന് വേണ്ടിയിട്ടാ കൈ പിടിക്കണേ? ഒരാഗ്രഹം, കുട്ടികളൊരാഗ്രഹം പറഞ്ഞാൽ ചെയ്തു കൊടുക്കണ്ടേ? നിന്റെ ചെറിയ വായണോ വെച്ചാൽ ഇത് അപ്പം എങ്ങനെ വലിയ വായ വീണത്? എന്തായാലും അവൾക്ക് വാരി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അറിയാതെ ഞാനും പറഞ്ഞ തല്ല വരുന്നു. ഇതല്ലേ ശരിക്കുള്ള ചട്ടിച്ചോറ്. കണ്ടോ മീൻ വറുത്ത ചട്ടിയിൽ ഇങ്ങനെ ചോറിട്ട് കുഴച്ച് കണ്ടോ. ഒരു ചെറിയ ഉള്ളിയും കൂടി വേണ്ടതായിരുന്നു കേട്ടോ. ഞാൻ ചെറിയ ഉള്ളിയൊന്നും അടച്ചിട്ടില്ല. അടിപൊളി.